ഹലോ എവരിബഡി, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. കാരണം ക്ലാസ്സും ജോലിയും ഒക്കെ കൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, എല്ലാം ഒന്ന് ഓർഡറായി വരുന്നു. പിന്നെ ഞാൻ പയ്യെ വീഡിയോ എടുത്ത് ഇപ്പോൾ എൻ്റെ പേടിയൊക്കെ മാറ്റാൻ നോക്കുകയാണ്. അപ്പോൾ കുഴപ്പമില്ല, ഒക്കെ ഓക്കെ ആവുന്നുണ്ട്. പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുത്തെ അങ്ങനെ ഇംഗ്ലീഷുകാരായിട്ട് അധികം കണക്ഷൻസ് ഇല്ല. അപ്പോൾ ഇവിടെ വന്ന് എൻ്റെ ജോലി ചെയ്ത സ്ഥലത്തായാലും എനിക്ക് ഇംഗ്ലീഷ് അത്ര അധികം ഒന്നും ഇതാവാത്തതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കും, ജസ്റ്റ് ഹായ് ഹലോ ഹൗ ആർ യു അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നലെ അങ്ങനെ ജോലി കഴിഞ്ഞ് കൂട്ടുകാരൻ്റെ അടുത്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കോവർക്കർ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു, ബിൽ നീ ഫ്രീ ആണോ എന്നൊക്കെ ചോദിച്ച്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാ, അവിടെ എല്ലാവരും കൂടി ഒരു പാർട്ടി നടത്തുന്നുണ്ട്, അപ്പോൾ നമുക്ക് പബ്ബിലോട്ട് ക്ഷണിച്ചു. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അവരെനിക്ക് ഡ്രിങ്ക്സൊക്കെ ഓഫർ ചെയ്തു. അടിപൊളിയായിരുന്നു. എന്തായാലും ഞാൻ ഭയങ്കര ഷൈ പേഴ്സണാണ്, പക്ഷെ എനിക്ക് കുറേ ചിരിക്കാനും സംസാരിക്കാനൊക്കെ പറ്റി. അതുകൊണ്ട് എനിക്ക് ഞാൻ ഇവിടെ ഉള്ളവരുടെ മെൻറ്റാലിറ്റി എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര സന്തോഷമായി, എല്ലാവരും കൂളാണ്. അങ്ങനെ പിന്നെ ഇപ്പോൾ ഞാൻ ജിമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. അവിടെ ചെന്നിട്ട് കുറച്ച് വീഡിയോസ് എടുക്കണം. അപ്പോൾ ഇന്നത്തെ മെയിൻ ജിമ്മിലെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് സ്റ്റാൻഡ് അല്ല, എന്താ സംഭവം, മസിലപ്പ്. അപ്പോൾ ഇനി ഈ പ്രാവശ്യം അവിടെ ചെന്നിട്ട് മസിലപ്പ് പിടിക്കാനുള്ള പരിപാടിയാണ്. പയ്യെ അത് സെറ്റ് ചെയ്യണം. പിന്നെ എനിക്കറിയില്ല ഇതുവരെ. ഞാനപ്പോൾ ഇന്ന് മുതൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒരു 10 ദിവസത്തിനുള്ളിൽ ഒരു നല്ലൊരു മസിലപ്പ് എടുക്കാന്നുള്ളൊരു പ്ലാനാണ് എൻ്റെ. അങ്ങനെ അപ്പോൾ ഇന്ന് കുറേ ബുദ്ധിമുട്ടുണ്ടാണ് വീഡിയോയിൽ അവിടെ എത്തിക്കഴിയുമ്പോൾ. അങ്ങനെ ആകെ ക്ഷീണിച്ചിട്ടാണ് പോണേ ഒന്നാമത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് 1 മണിക്കൂർ നടത്തുന്നുണ്ട്, അതാണ് സഹിക്കാത്തത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നെത്തുമ്പോഴേക്കും ആകെ ക്ഷീണവും. അങ്ങനെ പിന്നെന്താ, പിന്നെ ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ബൈ ബൈ. ഇവിടെയാണെങ്കിൽ നല്ല തിരക്കാണ്. എനിക്ക് ചെറിയൊരു നാണമുണ്ട്, പക്ഷേ അവരെന്ന് ചിന്തിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഒന്നും ചെയ്യണില്ല. ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ട്രൈപോഡൊക്കെ എടുത്ത് വീഡിയോ പിടിക്കാൻ പോണ്. അങ്ങനെ അങ്ങനെ ഇന്ന് ഷോൾഡറിനൊക്കെ കളിച്ച് അങ്ങനെ ഫൈനലി ഇനിയിപ്പോൾ ഇവിടെ മസിലപ്പ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ട്രൈ ആട്ടോ, ഞാൻ കാണിച്ചു തരാം എന്താവും എന്തോന്ന്.
അങ്ങനെ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പിന്നെയും 1 മണിക്കൂർ യാത്ര നടന്നുകൊണ്ടിരിക്കുക. നേരെ ജിം ഔട്ട്ഫിറ്റൊന്നും മാറ്റിയിട്ടില്ല, കാരണം ഇപ്പോൾ സമയമില്ല. ഇനി വീട്ടിൽ പോയിട്ട് വേണം. എൻ്റെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പോൾ അവരായിട്ട് ഇവിടെ പോകാൻ, സിനിമയ്ക്ക് പോകാനായിട്ട്. അങ്ങനെ പിന്നെ ഇന്ന് എൻ്റെ പൊന്നെ, ഇന്ന് നമ്മുടെ മസിലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒട്ടും പറ്റില്ല. ആ സംഭവം ആ പെട്ടി ഉള്ളതുകൊണ്ട് അതുമ്മ കയറി നിന്നിട്ട് ചടാൻ പറ്റി, അല്ലാന്നുണ്ടെങ്കിൽ പണി പാളിയനെ. അങ്ങനെ ഇനി പയ്യെ പഠിക്കണം കാര്യങ്ങൾ. പിന്നെന്താ, ഇനി വരും ദിവസങ്ങൾ എന്തായാലും സെറ്റ് ചെയ്യും. പിന്നെന്താ ഇനി എനിക്ക് മാറ്റാനുള്ളത് ഇവിടെ ഇംഗ്ലീഷ് പീപ്പിളായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാം, സംസാരിക്കാം, ആ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ പുതിയൊരു ജോലിയൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ പിന്നെ ഇന്ന് നല്ല കിട്ടില്ല ക്ലൈമറ്റാ. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടോ, ഇതുപോലൊരു വഴിയാണ്. തൊട്ടപ്പുറത്ത് വേറെ റോഡോ പൊല്യൂഷനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു കാട് പിടിച്ച വഴി, രസോ. അങ്ങനെ അപ്പോൾ എന്തായാലും ഇത്രയും കണ്ടിരുന്നതിന് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.